ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആരുമല്ല. ആരും കട്സി ജോർജ് മാത്യു പുതുപ്പള്ളി. കോവിഡ് ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് അതിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാം. മരണത്തെ പറ്റി ഇത്രയധികം ഗവേഷണം നടത്തിയ മറ്റൊരു കാലഘട്ടം ഇതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഒരു കാര്യം മാത്രമാണ് ഞാൻ പ്രധാനമായും യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചത്: ജീവശ്വാസം അകത്തേക്കെടുക്കാനും പുറത്തേക്ക് വിടാനും ബുദ്ധിമുട്ട് വരുത്തരുതേ എന്ന്. പ്രാണവായുവിനായി പിടയുന്നതിനേക്കാൾ വലിയ അസ്വസ്ഥത മനുഷ്യ ശരീരത്തിൽ വേറെയില്ല. ആസ്മ രോഗികൾ പ്രാണവായുവിനായി കേഴുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടും. ഒരിക്കൽ എൻ്റെ ഒരു വൈദിക സുഹൃത്ത് കൈമുട്ടുകൾ മേശമേൽ കുത്തി ആയാസത്തോടെ പ്രാണവായുവിനായി കേഴുന്ന കാഴ്ച എന്നെ കരയിച്ചു. സുഖകരമായ മരണം ഒരു ഭാഗ്യമാണ്. പക്ഷേ നമ്മുടെയൊക്കെ മരണം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും ആവില്ലല്ലോ. തലേ ദിവസം രാത്രിയിൽ എന്നോട് ഫോണിൽ സംസാരിച്ച ഒരു ഹൈന്ദവ സ്നേഹിതൻ മാതൃഭൂമിയിൽ ഞാൻ എഴുതിയ ലേഖനങ്ങൾ സ്ഥിരമായി വായിക്കുകയും എൻ്റെ TV പരിപാടികൾ നിരന്തരം വീക്ഷിക്കുകയും ചെയ്തിരുന്ന വിശാല ഹൃദയനായ മനുഷ്യസ്നേഹി. വെളുപ്പിന് 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഒച്ച വെച്ച് ഞങ്ങളെ വിളിച്ചുണർത്തി പറഞ്ഞു: അച്ഛൻ മരിച്ചു. ഉറക്കച്ചടവിൽ ഞാൻ എണീറ്റ് കാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ മരണവാർത്ത അറിയിക്കാൻ അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയിരുന്നു. പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ല. നേരം പുലരും വരെ ഒരു തത്വചിന്തകനെ പോലെ കണ്ണും തുറന്ന് ഞാൻ കട്ടിലിൽ കിടന്നു. മനുഷ്യൻ എന്ന നിസ്സഹായ ജീവിയെക്കുറിച്ചും എന്തു ചെയ്യാൻ അധികാരവും ശക്തിയുമുള്ള ദൈവത്തെക്കുറിച്ചും ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ശവദാഹം നടത്തി. അദ്ദേഹത്തിന്റെ പറമ്പിൽ അതിനുവേണ്ടിയുള്ള ചിതയൊരുക്കുന്നത് ജനലിലൂടെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ മകൻ ചിതയ്ക്ക് തീ കൊളുത്തുന്നതും കണ്ടു. തലയിണയിൽ മുഖം അമർത്തി ഞാൻ കിടന്നു. ഒരു മഹാസമുദ്രം എന്റെ ഹൃദയത്തിൽ ഇരമ്പി. അല്പനേരം കഴിഞ്ഞപ്പോൾ കേട്ട ഇടിവെട്ടുന്ന പോലൊരു ശബ്ദം എന്നെ ഞെട്ടിച്ചു. എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ തലയോട്ടി പൊട്ടിത്തെറിച്ച ശബ്ദമാണ്. എന്റെ തലച്ചോറും അഗ്നിസ്ഫുലംഗമായി മിന്നി. എവറസ്റ്റ് കൊടുമുടി പൊട്ടിത്തെറിച്ചതുപോലെ എനിക്ക് തോന്നി. ആ തലയോട്ടിയെ ഒരുപിടി ചാരമാക്കിക്കൊണ്ട് അഗ്നിനാളങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു. അത് എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നതായി എനിക്ക് തോന്നി. പുഞ്ചിരിച്ചുകൊണ്ട് യേശു കർത്താവ് എന്നോട് പറഞ്ഞു: ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ഞാൻ എനിക്ക് മുമ്പിലുള്ള ഷെൽഫിലേക്ക് നോക്കി. എനിക്ക് ലഭിച്ചിട്ടുള്ള സാഹിത്യ അവാർഡുകളും ട്രോഫികളും ഭംഗിയായി അതിൽ നിരത്തി വെച്ചിരിക്കുന്നു. തൊട്ടുതാഴെ ഭംഗിയായി ബൈൻഡ് ചെയ്തു വെച്ചിരിക്കുന്ന എൻ്റെ സാഹിത്യരചനകളുടെ വൻശേഖരം. ഞാൻ ആരൊക്കെയോ ആണെന്ന് എന്നെ ഈ വായനക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച കുറെ കടലാസ് കഷ്ണങ്ങൾ, തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ച അവാർഡ് ഫലകങ്ങൾ. 14-ാം വയസ്സിൽ ആദ്യമായി മലയാള മനോരമ സൺഡേ സപ്ലിമെന്റിൽ ഞാൻ എഴുതിയ ലേഖനം മുതൽ ഈ മാസം മാതൃഭൂമി പത്രത്തിൽ ഞാൻ എഴുതിയ ലേഖനം വരെ അതിലുണ്ട്. എല്ലാം എടുത്ത് തീയിലിട്ടാലോ എന്ന് ചിന്തിച്ചു. ജ്ഞാനിയായ ശലോമോൻ രാജാവ് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നി. ഹാ മായ, മായ, എല്ലാം മായ. സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള സകലതും മായ. സുഖവും മാനവും പേരും പ്രശസ്തിയും അധികാരവും സൗന്ദര്യവും ആരോഗ്യവും പണവും പദവിയും എസ്റ്റേറ്റും വിനോദവും കാറും ബംഗ്ലാവും തുടങ്ങി മനുഷ്യൻ ഭാഗ്യമെന്ന് കരുതുന്നത് മുഴുവനും മായ. മനുഷ്യനെ പോലെ നിസ്സഹായനായ മറ്റൊരു ജീവി പ്രപഞ്ചത്തിൽ ഇല്ലെന്ന് കോവിഡ് എന്നെ പഠിപ്പിച്ചു. ഞാനും ആരൊക്കെയോ ആണെന്നുള്ള ചിന്ത കോവിഡ് വരുന്നതുവരെ എന്നെയും കുറച്ചൊക്കെ വരിച്ചിരുന്നു. കോവിഡ് ദിനങ്ങളിൽ ഞാൻ യേശുവിൻ്റെ പാദപീഠത്തിൽ മൂക്കുകൊണ്ട് വരച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവേ, ഞാൻ ആരുമല്ല, വെറുമൊരു പുഴുവാണ്, പുഴു മാത്രമാണ്. യേശു കർത്താവ് മറ്റാരെയേക്കാൾ കൂടുതലായി എന്നെ മനസ്സിലാക്കുന്നവനാണെന്ന് ഉറപ്പും അനുഭവവും ഉള്ളതിനാൽ ഇനി അല്പം സ്വകാര്യ ചിന്തകൾ. ഇന്നല്ലെങ്കിൽ നാളെ മരണം ഒഴിവാക്കാനാകാത്ത അനിവാര്യതയാണെന്ന് എനിക്കും അറിയാമെങ്കിലും അപ്രതീക്ഷിതമായി മരണത്തിൻ്റെ കരുനിഴൽ എൻ്റെ മേൽ വീണപ്പോൾ ഞാനും ഒരു നിമിഷത്തേക്ക് അല്പം പകച്ചുപോയി. ഞാനും ഒരു മനുഷ്യനല്ലേ? എനിക്ക് മരിച്ച് മുൻ പരിചയമില്ലല്ലോ. സാലിയെയും എൻ്റെ മകളെയും കൊച്ചുമക്കളെയും കുറിച്ചുള്ള ചിന്തയാണ് എന്നെ കൂടുതൽ അലട്ടിയത്. 3.5 പതിറ്റാണ്ടിലേറെ എന്നെ പൂർണ്ണമായി അനുസരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും ഒരു നിഴൽ പോലെ എന്നെ പിന്തുടരുന്ന ഭാര്യ, എന്തു ചെയ്തു തരാനും എപ്പോഴും തയ്യാറായി നിൽക്കുന്ന സ്നേഹസമ്പന്നരായ മക്കളും അവരുടെ കുടുംബങ്ങളും അവരെ വിട്ടുപിരിയുമല്ലോ എന്ന ചിന്ത മാനുഷികമായി എന്നെ ഏറെ വേദനിപ്പിച്ചു. കുറെ കാലത്തേക്ക് കൂടി ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് നിസ്സഹായനായി ഞാൻ കർത്താവിനോട് കേണു. എൻ്റെ കൊച്ചുമക്കൾ അല്പം കൂടി വളർന്നു കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ യേശുവിനോട് അപേക്ഷിച്ചു. ഒരുപക്ഷെ അതെൻ്റെ സ്വാർത്ഥ ചിന്തയാകാം. അപ്പനും അമ്മയും മകളും കൊച്ചുമക്കളുമൊക്കെ മനുഷ്യനെ ഭൂമിയിൽ പിന്നെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അനിവാര്യ ഘടകമാണ്, പവിത്ര വികാരമാണ്. അത് യേശു കർത്താവിന് നന്നായി മനസ്സിലാകും. നമുക്കുള്ള മഹാപുരോഹിതൻ യേശു ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതനാണത്രേ നമുക്കുള്ളത്. എബ്രായർ 4:15. ഇത് കുത്തിക്കുറിക്കുമ്പോൾ
അതാ TV-യിൽ ഹൃദയം പൊള്ളുന്ന മറ്റൊരു ദൃശ്യം. വടക്കേ ഇന്ത്യയിൽ ചീറിപ്പായുന്ന ഒരു ആംബുലൻസിൽ നിന്ന് ഒരു മനുഷ്യശവം പെരുവഴിയിൽ വീഴുന്നു. മീൻവണ്ടിയിൽ നിന്ന് മത്സ്യക്കൊട്ട താഴെ വീഴുന്നത് പോലെ ആരൊക്കെയോ കൈകാട്ടിയപ്പോൾ ആംബുലൻസ് നിന്നു. രണ്ടുപേർ ആ മനുഷ്യശവം പഞ്ഞിച്ചാക്ക് എറിയുന്ന ലാഘവത്തോടെ വണ്ടിയിലേക്ക് എറിഞ്ഞു. പുകപറത്തി നിലവിളി ശബ്ദം ഉയർത്ത് ആംബുലൻസ് പാഞ്ഞു. ഇത്തരം ദൃശ്യങ്ങൾ കണ്ടുകണ്ട് ഇപ്പോൾ ഇതൊക്കെ ലാഘവത്തോടെ കാണാനുള്ള ശക്തി എനിക്ക് ലഭിച്ചു. ഈ പോക്ക് തുടർന്നാൽ ഞാൻ ചിലപ്പോൾ ഒരു തത്വചിന്തകനായേക്കാം. ഇതിലൂടെയെല്ലാം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആരുമല്ല. ആരും നാം ലോകത്തിൽ ഒരു അനിവാര്യതയെ അല്ല. നമ്മുടെ അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും നികളത്തിൻ്റെയും മുഖംമൂടികൾ കത്തിയെരിയുന്ന കോവിഡ് രോഗികളുടെ ചിന്തയിൽ വലിച്ചെറിയാം. അത് കത്തിച്ചാമ്പലാകട്ടെ. അതിനൊപ്പം നമ്മുടെ അഹം കത്തിച്ചാരമാകട്ടെ. കോവിഡ് ഭൂമിയിൽ നിന്ന് എന്നെങ്കിലും മാറുകയാണെങ്കിൽ, അല്പസമയം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ, ഇനിയെങ്കിലും അനുകമ്പയുള്ള മനുഷ്യരായി നമുക്ക് ജീവിക്കാം. ദൈവം മാത്രമാണ് സത്യം, ഏകവും സനാതനവുമായ സത്യം. എന്നെ സംബന്ധിച്ച് വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യം. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം മാത്രമാണ് സത്യം. അവിടുന്ന് എക്കാലവും ലോകത്തെ കോവിഡിൻ്റെ പിടിയിൽപ്പെടുത്തി നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല, ഒരിക്കലുമില്ല. കോവിഡ് താൽക്കാലികമായി തുടരാൻ എന്തെങ്കിലും കാരണം അവിടുന്ന് കാണുന്നുണ്ടാകും. അത് നമ്മുടെ പാപമാണെങ്കിൽ നമുക്ക് തിരുത്താം, മാനസാന്തരപ്പെടാം, മടങ്ങി വരാം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.